നമസ്കാരം, ഞാൻ ശക്തി. സ്വജനങ്ങളുമായിട്ട് നമ്മളും ചർച്ച ചെയ്യുന്ന വിഷയം കാർത്തിക നക്ഷത്രത്തിൻ്റെ ജന്മദശാഫലങ്ങളാണ്. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച ഏതൊരു വ്യക്തിയും സൂര്യദശാകാലത്തിലാണ് ജനിക്കുന്നത്. സൂര്യദശാകാലത്തിൻ്റെ പരമാവധി സമയം എന്ന് പറയുന്നത് 6 വർഷക്കാലം. കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആ വ്യക്തിയുടെ ജനനസമയം വെച്ച് കണക്ക് കൂട്ടി എടുക്കുമ്പോൾ ചിലപ്പോൾ സൂര്യൻ മുഴുവൻ വർഷമായ 6 വർഷവും ഫലദാതാവായിട്ട് ലഭിക്കാം. ചിലപ്പോൾ 3 വർഷമാകാം, ചിലപ്പോൾ 1 വർഷമാകാം, ചിലപ്പോൾ 3 മാസമാകാം. കാരണം ഈ ഒരു വ്യത്യാസം വരാൻ കാരണം ഏതൊരു നക്ഷത്രജാതൻ്റെയും ജന്മദശാകാലം എന്ന് പറയുന്നത് നക്ഷത്രഗതത്തെ അടിസ്ഥാനപ്പെടുത്തി കണക്കൂട്ടി എടുക്കണം. കണക്കൂട്ടി എടുക്കുമ്പോൾ ചിലപ്പോൾ 6 വർഷം കാണും, ചിലപ്പോൾ 3 വർഷം കാണും, ചിലപ്പോൾ 1 വർഷം കാണും. അങ്ങനെ വ്യത്യാസം വരാം. എന്നാൽ ജന്മദശയായിട്ടുള്ള ആദ്യത്തെ ദശാകാലത്തിന് ഈ ഒരു കണക്കുകൂട്ടൽ വ്യത്യാസം വരുന്നു എങ്കിലും രണ്ടാമത്തെ ദശയായ ചന്ദ്രദശ 10 വർഷം എന്ന് പറഞ്ഞാൽ 10 വർഷവും കിട്ടും. 10 വർഷത്തെ ഫലം അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് കാർത്തിക നക്ഷത്രത്തിൻ്റെ സൂര്യദശാകാലമാണ്. സൂര്യദശാകാലം എന്ന് പറഞ്ഞാൽ പരമാവധി 6 വയസ്സ് വരെ കിട്ടിയേക്കാം, ചിലപ്പോൾ 3 വയസ്സ് വരെ ആവാം. എങ്കിൽ പോലും ആദിത്യ ദശാകാലം എന്ന് പറയുന്നത് പൊതുവെ ഗുണകരമായ ഒരു കാലഘട്ടമായിരിക്കും. പ്രത്യേകിച്ച് ജാതകപ്രകാരം സൂര്യൻ ശുഭനാണെങ്കിൽ, യോഗകാരകനാണെങ്കിൽ ഇത്രയേറെ ഉന്നതിയും സമ്പൽ സമൃദ്ധിയും നൽകുന്ന മറ്റൊരു ദശാകാലമില്ലെന്ന് പറയാം. പിതാവിന് ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ, കാരണം ജന്മം കൊണ്ട കുഞ്ഞിൻ്റെ ജനന സമയം മുതൽ പരമാവധി 6 വയസ്സ് വരെയാണ് സൂര്യദശാകാലം കാർത്തിക നക്ഷത്രക്കാർ കിട്ടാൻ സാധ്യത. അപ്പം അങ്ങനെ ജനിച്ച് വീണ കുഞ്ഞിനെ സംബന്ധിച്ച് കുഞ്ഞിന് ഉദ്യോഗക്കയറ്റം കിട്ടുമെന്നോ കുഞ്ഞിന് വീട് കിട്ടുമെന്നൊക്കെ പറയുന്നതിന് അർത്ഥമില്ല. പിന്നെ അതിൻ്റെ ഫലങ്ങൾ വന്ന് ഭവിക്കുന്നത് മാതാപിതാക്കൾക്കായിരിക്കും. ഇവിടെ സൂര്യദശാകാലമാകുമ്പോൾ കാർത്തിക നക്ഷത്രം അതിൻ്റെ ആദ്യത്തെ ദശാകാലം എന്ന് പറഞ്ഞാൽ സൂര്യദശാകാലമാണ്. സൂര്യദശാകാലം എന്ന് പരമാവധി 6 വർഷമാണ്. അത് ഏറ്റക്കുറച്ചിൽ കണക്കൂട്ടി മനസ്സിലാക്കിയാൽ പോലും സൂര്യദശാകാലത്തിൽ സൂര്യൻ ശുഭനാണെങ്കിൽ പിതാവിന് ശ്രേയസ്കരമായ കാര്യങ്ങൾ നടക്കും. പിതാവിന് ഉദ്യോഗമില്ലെങ്കിൽ ഉദ്യോഗം ലഭിക്കും. പിതാവിന് കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ ആ കടബാധ്യതകളൊക്കെ തീർക്കാൻ സാധിക്കും. പിതാവിന് വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ വിദേശയാത്ര സാധിക്കും. പിതാവിന് പൈതൃക സ്വത്തുക്കൾ ലഭിക്കാനിടയുണ്ടെങ്കിൽ അവ ലഭിക്കും. പിതാവിന് ഗൃഹനിർമ്മാണം നടക്കും, വാഹന ലാഭമുണ്ടാകും, രോഗവിമുക്തി ഉണ്ടാകും. വളരെയേറെ ക്ഷേമകരമായിട്ടുള്ള ഗുണഫലങ്ങൾ ലഭിക്കും. പ്രത്യേകിച്ച് ജാതകപ്രകാരം സൂര്യൻ യോഗകാരകനോ ശുഭയോഗകാരകനോ ഒക്കെ ആണെങ്കിൽ രാജപദവി വരെ, രാജപദവിക്ക് തുല്യമായിട്ടുള്ള അധികാര ശ്രേണിയിലേക്ക് വരെ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. സൈന്യാധിപനായിട്ട് മാറാം, അല്ലെങ്കിൽ സർക്കാർ സംബന്ധമായിട്ട് ഉന്നത തലങ്ങളിൽ വരാം, ഭരണാധികാരിയാവാം, 4 പേര് ബഹുമാനിക്കുന്ന തരത്തിലേക്കുള്ള സ്ഥാനമാനങ്ങളിൽ എത്തിച്ചേരാം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നേട്ടങ്ങൾ, കുടുംബപരമായിട്ടും പാരമ്പര്യമായിട്ടും കിട്ടേണ്ടുന്ന പലതരത്തിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളുടെ ലബ്ധി, ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ പറയാനുണ്ട്. ഇനി ജാതകപ്രകാരം ഒരു കാർത്തിക നക്ഷത്രജാതനെ സൂര്യൻ പിഴച്ചുവെങ്കിലോ സൂര്യൻ നീചനാണെങ്കിലോ പിതാവിന് നാശമാണ് പറയാൻ പറ്റുന്ന ഫലം. പിതാവിന് ദോഷങ്ങൾ, പിതാവിനെ സംബന്ധിച്ച് രോഗദുരിതങ്ങൾ, കഷ്ടപ്പാട്, ജോലിയിൽ ഡീപ്രമോഷൻ, ജോലി പോവുക, ദേശം വിട്ട് വനപർവ്വത പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വരിക, കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്, ഉഷ്ണരോഗം, എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്താലും ഒരു മനസമാധാനമില്ലാത്ത അവസ്ഥ. ഇത് അതുപോലെ തന്നെ നേത്ര സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ, ശിരസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ, ഒന്നിനു പുറകെ ഒന്നൊഴിയാതെ, അതായത് പാണ്ട്, ചൊറി, ചിരങ്ങ് തുടങ്ങിയ രോഗങ്ങൾ മുതൽ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, നേത്ര സംബന്ധമായിട്ടുള്ള കാഴ്ചക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ളൊരു ദുർബലങ്ങളുടെ ഒരു ഘോഷയാത്രയായി. അതോടൊപ്പം തന്നെ പിതാവുമായിട്ട് വിരോധം, അടി, ഇടി, പിടി, കേസ്, വഴക്ക്, ഇങ്ങനെയുള്ളൊരു ഫലം. വനപർവ്വത പ്രദേശങ്ങളിലൂടെയുള്ള സഞ്ചാരം, അത് സാധാരണഗതിയിൽ സൂര്യദശാകാലത്ത് സംഭവിക്കണം. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, ഞങ്ങൾ ഇതുവരെ വനപ്രദേശങ്ങളിലൊന്നും പോയില്ല, പിന്നെ എങ്ങനെ ഈ ബലം വരികയാണ്? നമ്മളിപ്പോൾ ഇവിടുന്ന് എവിടെയെങ്കിലും ഒരു വനങ്ങളുള്ള സ്ഥലത്തേക്കൊരു ഉല്ലാസയാത്ര പോയാലും, അല്ലെങ്കിൽ പഴനിമല, തിരുപ്പതി പോലുള്ള പ്രദേശങ്ങളിൽ നമ്മൾ ദർശനം നടത്താൻ പോലും വനപർവ്വത പ്രദേശ യാത്രയായില്ലേ. അതുപോലെ തന്നെ
പിന്നെ ആനക്കൊമ്പ്, പുലിത്തോല് പോലെ, പിന്നെ പുലിതഹം പോലെയുള്ളവയുടെ ലഭ്യത, ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളിലേക്കും രാജാതിപരമായിട്ടുള്ള രാജാധികാരത്തിന് തുല്യമായിട്ടുള്ള നേട്ടങ്ങളിലേക്കും എത്തിക്കാൻ കഴിയുന്ന സൂര്യൻ്റെ ദശാകാലം തന്നെ ഉന്നതാധികാരത്തിൽ ഇരിക്കുന്നവനെ ഒരു ദിവസം എടുത്ത് ദൂരെ എറിഞ്ഞ് ഭിക്ഷക്കാരനാക്കി മാറ്റാനും സൂര്യദശയ്ക്ക് കഴിയും. അപ്പോൾ അത് ജാതകത്തെ ആശ്രയിച്ചും ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് സൂര്യൻ്റെ ശുഭാശുഭ ഫലങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ച കുഞ്ഞിൻ്റെ ജാതകത്തിൽ സൂര്യൻ ശുഭനോ അശുഭനോ, ബലവാനോ ദുർബലനോ, ഇങ്ങനെയൊക്കെ ഒരു പരിശോധന നടത്തിയ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ യഥാർത്ഥ കാരണം പിടികിട്ടും. അപ്പോൾ ശുഭനായിട്ടുള്ള സൂര്യദശാകാലത്തിൽ ഏറ്റവും നല്ല ഫലങ്ങളും, അശുഭനായിട്ടുള്ള സൂര്യദശാകാലത്തിൽ ഒരു പക്ഷേ പിതാവിൻ്റെ വേർപാട് പോലും ഉണ്ടാകാനിടയുണ്ട്. പിതാവിൻ്റെ നാശം പോലും സംഭവിക്കാൻ സൂര്യദശ കാരണമാകും. പിതാവ് എന്നേക്കുമായിട്ട് മക്കളെ ഉപേക്ഷിച്ച് കാട് വിട്ടു പോകുന്നു, അല്ലെങ്കിൽ മരണപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ വേർപിരിഞ്ഞ് പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഫലങ്ങളും സൂര്യദശയിൽ നമുക്ക് പറയാം. അത് എല്ലാ കാർത്തിക നക്ഷത്രജാതരുടെയും സൂര്യദശാകാലം ഇങ്ങനെ ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല. അതാണ് നേരത്തെ പറഞ്ഞത് ജാതക പരിശോധന. ജാതക പരിശോധനയിൽ സൂര്യൻ യോഗകാരകനാണ്, ശുഭഫലദാതാവാണെങ്കിൽ പിതാവിന് ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു, ഐശ്വര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നീചനാകുന്ന അവസ്ഥയിൽ മാത്രമേ ഈ പറഞ്ഞിരിക്കുന്ന ദോഷഫലങ്ങളിലേക്ക് പോകുവാനുള്ള സാധ്യതയുള്ളൂ. സൂര്യദോഷം ഉണ്ടെങ്കിൽ, സൂര്യദശാകാലം ദോഷകരമാണെങ്കിൽ, കൂവളവേര്, മനയോല, ഏലം, ദേവതാരം, രാമച്ചം ഇവയിട്ട് തിളപ്പിച്ചാറിയ ജലത്തിൽ ദേഹം കഴുകുന്നത് ഞായറാഴ്ച ദിവസം ദേഹം കഴുകുന്നത് ദോഷപരിഹാരമായിട്ട് പറയാറുണ്ട്. അതുപോലെ തന്നെ സൂര്യദശാകാലത്തുണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള രോഗദുരിതങ്ങൾക്ക് വേണ്ടിയിട്ട് ആയുർവേദ വൈദ്യന്മാർ മരുന്ന് കുറിക്കുമ്പോഴും ഈ പറഞ്ഞതുപോലെ കൂവളവേര്, മനയോല, ഏലം, ദേവതാരം, രാമച്ചം ഇവയിൽ ഏതെങ്കിലും ഒന്നെങ്കിലും കലരുന്ന മരുന്നുകളായിരിക്കും നൽകുന്നതും ഗുണപ്പെടുന്നതും. ഇതും ഒരു സത്യമായ പരമാർത്ഥം. സൂര്യദശ പിഴച്ചു പോയെങ്കിൽ രുദ്രനെയാണ് ഭജിക്കേണ്ടത്, ശിവൻ. രുദ്രഭജനം ഞായറാഴ്ച ദിവസം രുദ്രക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ധാര നടത്തുക, രുദ്രസൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി, കൂവളമാല ചേർത്തൽ, കൂവളദളം കൊണ്ട് അർച്ചന, ഇങ്ങനെയുള്ള വഴിപാടുകൾ നടത്തേണ്ടി വരും. വഴിപാടുകൾ മാത്രം പോലെ പ്രാർത്ഥനയും വേണം. സൂര്യൻ്റെ ഇഷ്ട നിറമായിട്ട് പറയുന്നത് കാവിയാണ്. കാവി അല്ലെങ്കിൽ ഇളം ചുവപ്പ്. ഇളം ചുവപ്പോ കാവി നിറത്തിലോ ഉള്ള വസ്ത്രം ഞായറാഴ്ച ദിവസം ധരിച്ചുകൊണ്ട് ഈ ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ദേവാലയ ദർശനം നടത്തുന്നതും സൂര്യദോഷപരിഹാരമായിട്ട് പറയാറുണ്ട്. അപ്പോൾ സൂര്യദശാകാലം എന്ന് പറയുന്നത് പൊതുവെ ഗുണഫലമാണെങ്കിലും സൂര്യദശാകാലത്തിൽ ചില ഛിദ്രങ്ങളുണ്ട്, അപകാരങ്ങൾ. ആ അപകാരകാലങ്ങളിൽ വരുന്ന ദോഷങ്ങളെപ്പോലും സൂര്യപ്രീതി കൊണ്ട് മാറ്റാൻ സാധിക്കും. എന്നാൽ ജാതകപ്രകാരം അശുഭനായിട്ടുള്ള നീചനായിട്ടുള്ള ഒരു സൂര്യദശയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പല്ല് കൊഴിഞ്ഞു പോകുന്നത് മുതൽ, പല്ലിന് രോഗം മുതൽ കണ്ണിന് രോഗം, പിതാവുമായിട്ട് വിരോധം, പിതാവുമായിട്ട് അടി പിടി കേസ് വഴക്കൽ, പിതാവിനുമായിട്ട് വിഷയങ്ങൾ, പിതാവിന് ഭാഗ്യദോഷം, ഇങ്ങനെയുള്ളൊരു തലത്തിലുള്ള ഫലങ്ങൾ. പിന്നെ ഈ കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുന്നവരെ സംബന്ധിച്ച് അവർ കുഞ്ഞുങ്ങളായതുകൊണ്ട് അവരെ അത് ബാധിക്കുന്നില്ലെങ്കിലും ചർമ്മരോഗങ്ങളൊക്കെ ബാധിക്കാനിടയുണ്ട്. ചർമ്മരോഗങ്ങൾ, നേത്രരോഗങ്ങളൊക്കെ ബാധിക്കാനിടയുണ്ട്. അതുപോലെ പാണ്ഡ്യരോഗം മുതൽ കുഷ്ഠരോഗം വരെ സൂര്യനുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്. അപ്പോൾ കാർത്തിക നക്ഷത്രജാതരെ സംബന്ധിച്ച് സൂര്യദശയിലാണ് ജനനം. അത് ഏകദേശം പരമാവധി 6 വയസ്സ് വരെ സൂര്യദശാകാലം കിട്ടാനിടയുണ്ട്. ഈ സൂര്യദശാകാലത്തിൽ സൂര്യൻ ശുഭനോ അശുഭനോ എന്നുള്ളത് നമ്മൾ അനുഭവം നോക്കുമ്പോൾ മനസ്സിലാക്കും, അല്ലെങ്കിൽ ജാതകം എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാക്കും. അപ്പോൾ ശുഭനാണെങ്കിൽ ഏറ്റവും കൂടുതൽ സൗഭാഗ്യങ്ങൾ വാരിയെടുക്കാൻ പിതാവും മാതാവും തയ്യാറായി അതിനുവേണ്ടി പരിശ്രമിച്ചാൽ നടക്കും. അശുഭനാണെങ്കിൽ ദോഷഫലങ്ങളെ നേർപ്പിക്കാൻ, ദോഷഫലങ്ങളെ വലിയ രീതിയിൽ ഉള്ളൊരു വിഘാതമായിട്ട് മാറ്റിയെടുക്കാതിരിക്കാൻ ദോഷപരിഹാരങ്ങളും പ്രാർത്ഥനയും കൊണ്ട് ശ്രമിച്ചാൽ നടക്കും. ഇനി കാർത്തിക നക്ഷത്രക്കാരുടെ ഏകദേശം 6 വയസ്സ് വരെയുള്ളൊരു ദശാബലമാണ് നമ്മൾ പറഞ്ഞത്. ഇനി 6 വയസ്സ് മുതൽ 16 വയസ്സ് വരെ ചന്ദ്രദശാകാലം. ചന്ദ്രദശാകാലത്തെക്കുറിച്ചുള്ള വിശദീകരണം അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. കാരണം അങ്ങനെ നമ്മൾ 120 വയസ്സ് വരെയുള്ള ഫലങ്ങൾ ഓരോരോ വീഡിയോ ആയിട്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള ജ്യോതിഷ ആധ്യാത്മിക വിഷയങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്.
ഞങ്ങളുടെ ചാനൽ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തുടർന്ന് ഞങ്ങളുടെ ചാനൽ കാണുവാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾക്ക് 9288111544 എന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ സമയം പോലെ നോക്കി ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ മറുപടി നൽകുന്നതിന് വിരോധമില്ല. ഇതാണ് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കുന്നത്.